Hi friends, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൺസോളിഡേഷനിലെ ഇലിസ്ട്രേഷൻസ് ആണ് സ്റ്റഡി മെറ്റീരിയൽ. ഇലിസ്ട്രേഷൻ 3 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ് ലിമിറ്റഡ് അക്യൂസ് 70% ഓഫ് ഇക്വിറ്റി ഷെയർസ്. 70% ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നുണ്ട്. സോ അതെന്താണ്? പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ ദെൻ of Z Limited as on 31st March 2011. 31st March 2011 ആ ഷെയർസ് അക്വയർ ചെയ്യുന്നത്. സോ അവിടെ എന്ത് വരുന്നുണ്ട്? അതാണ് ഡേറ്റ് ഓഫ് കൺട്രോൾ. 70% ഓഫ് കൺട്രോളും ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് 30%. 30% minority interest. Then at a cost of rupees 70 lakhs. So cost of investment is 70 lakhs. Then the following information is available from the balance sheet of Z Limited as on 31st March 2000. Exi Limited ആണ് acquirance. Exi Limited is the holding company. Z Limited is the subsidiary company. So subsidiary companyയുടെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഇൻഫർമേഷൻ നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. First one, property, plant and equipment 120, then investment 55, current asset 70, loans and advances asset. Loans and advances എന്താ? asset ആണ്. Okay, asset ആണ്. Then 50% debentures 90, current liabilities 50. So then next is the following revaluations have been agreed upon, not included in the above figures. താഴെ കുറച്ച് റിവാലുവേഷൻ നൽകുന്നുണ്ട്. അത് ഈ ബോക്സിൽ ഈ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്തിട്ടില്ല? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ എന്തൊക്കെയാണ് റിവാലുവേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അപ്പ് ബൈ 20%. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് 20% കൂടിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. സോ 120. 120യോടൊപ്പം 20% അപ്പ് ബൈ 20% കൂടെ കൂടി. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡൗൺ ബൈ 90%. ഇൻവെസ്റ്റ്മെന്റ് 10% കുറഞ്ഞു. ദെൻ നെക്സ്റ്റ്, Z Limited declared and paid dividend at 20% on its equity shares as on 31st March 2011. Face value rupees 10 per share. Exi Limited purchased the shares Z Limited at 20 per share. ഇതാണ് ഇവിടുത്തെ മെയിൻ അഡ്ജസ്റ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് മെയിൻ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത്. എന്താ പറയുന്നത്? Z Limited declared and paid dividend at 20% on its equity shares as on 31st March 2011. 31st March 2011 ഇക്വിറ്റി ഷെയർസിന്റെ 20% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ആര്? Z Limited സബ്സിഡിയറി കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു 31st March 2011. അതിന്റെ ഫേസ് വാല്യൂ 10. സോ ഇക്വിറ്റി ഷെയർസ് ഇവിടെ എത്ര വരുന്നത്? ഇവിടെ ഇക്വിറ്റി ഷെയർസ് വരുന്നത് ഓക്കെ as on 31st March 2011. Then ഇക്വിറ്റി ഷെയർസ് നമ്മളിവിടെ നമ്പർ ഓഫ് ഷെയർസ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് ദെൻ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഓൺ അക്വിസിഷൻ ഓഫ് ഷെയർസ് Z Limited. കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് കാണാൻ പറയുന്നത്. എന്താണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ? കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആൻസർ കീ ഞാൻ പ്രിപ്പയർ ചെയ്ത ആൻസർ കീ കാണിച്ചു തരാം. ദെൻ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ എത്ര ഇവിടെ വരുന്നത്? പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ 70% ഹോൾഡിംഗ് കമ്പനി. ദെൻ 100 minus 70% ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ദെൻ ഡേറ്റ് ഓഫ് കൺട്രോൾ 31st March 2011. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കാണണം. കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണാൻ നേരത്ത് നമ്മൾ ആദ്യം എഴുതേണ്ട ഈ വാല്യൂ ആണ്. ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് സബ്സിഡിയറി കമ്പനി, അതാണ് ക്യാപിറ്റൽ. വർക്കിംഗ് നോട്ട് 1 വരണം. ദെൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് നോട്ട് 2. ദെൻ നമ്മൾ വർക്കിംഗ് നോട്ട് 1 പ്രിപ്പയർ ചെയ്യണം. വർക്കിംഗ് നോട്ട് 1 പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്താ നമ്മൾ കാണേണ്ടത്? ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് സബ്സിഡിയറി കമ്പനി. സോ നെറ്റ് അസറ്റ്സ് നമ്മൾ കാണണം. കാൽക്കുലേഷൻ ഓഫ് നെറ്റ് അസറ്റ്സ്. ഹോൾഡിംഗ് കമ്പനി എത്ര നെറ്റ് അസറ്റ്സ് ആണ് കൊണ്ടുവരുന്നത് അതറിയാൻ വേണ്ടിയാണ്. സോ നെറ്റ് അസറ്റ് നമുക്ക് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ ഇവിടെ റീവാലുവേഷൻ പറഞ്ഞിട്ടുണ്ട്.
റീവാലുവേഷൻ എത്ര? റീവാലുവേഷൻ 120%, 120 20% ആഡ് ചെയ്യണം. ഓക്കെ, 120 20% ആഡ് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 55% എന്ത് ചെയ്യണം? 55%നോട് 10% കുറയ്ക്കണം. സോ ആൻസർ വരുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അവിടെ 120 + 20% 144. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 55 - 10% 49.5. ദറ്റ് ഈസ് റുപ്പീസ് ഇൻ ലാക്സ്. എക്സാമിന് റുപ്പീസ് ഇൻ ലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ മാർക്കർ ഡിഡക്ട് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ കറണ്ട് അസറ്റ്സ് 70, ലോൺസ് ആൻഡ് അഡ്വാൻസസ് 50. സോ ടോട്ടൽ അസറ്റ്സ് എത്ര വരുന്നു? 27.8.5 lakhs വരും. ദെൻ liability minus net assets equal to asset minus liability ആണ്. സോ ദെൻ liability 15%, debentures 90 മൈനസ് ചെയ്യണം, കറണ്ട് liability 50 മൈനസ് ചെയ്യണം. ദെൻ നെറ്റ് അസറ്റ്സ് അപ്പോൾ എത്ര വരും? 138.5 നെറ്റ് അസറ്റ്സ് വരും. സോ നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനു വേണ്ട? ഹോൾഡിംഗ് കമ്പനിക്ക് നെറ്റ് അസറ്റ്സ് എത്രയുണ്ട് വാല്യൂ എന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഹോൾഡിംഗ് കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ് ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ട്? 70%. സോ ഈ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ഈ നെറ്റ് അസറ്റ്സിൽ 178.5 lakhs into 70% ഈക്വൽ ടു 96.95 lakhs ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡിംഗ് കമ്പനിക്ക് കൺട്രോൾ ഉള്ള നെറ്റ് അസറ്റ്സ് ആണ്. സോ നമ്മൾ കണ്ടുപിടിച്ച് ആ വാല്യൂ നേരെ നമ്മൾ എവിടെ എടുത്ത് എഴുതണം? നേരെ വർക്കിനോട്ട് 1 എന്നും പറഞ്ഞ് എഴുതിയേക്കണം. ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് സബ്സിഡറി കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിക്കുള്ള നെറ്റ് അസറ്റ്സിന് മേലുള്ള ഷെയർ എത്രയാണ്? 96.95. ദെൻ വർക്കിംഗ് നോട്ട് ടു കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നതിനൊരു അഡ്ജസ്റ്റ്മെന്റ് പറയാം. ഇവിടെ പറയുന്നുണ്ട് ഇക്വിറ്റി ഷെയർസിന് മേലെ 20% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ 31st March 2011 ഇവർ ഡേറ്റ് ഓഫ് കൺട്രോൾ എന്നാ 31st March 2011. അപ്പോൾ അവിടെ അതെന്താണ്? ഈ 31st March 2011 വരെയുള്ള ഷെയർസിന്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. ബിക്കോസ് ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ 31st March 2011 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം എന്താണ്? ഇത്രയും ഭാഗത്ത് ഈ 31st March 2011 വരെയുള്ള ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. ഇനി ഇങ്ങോട്ട് വരുന്നത് മാത്രം എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ. ഇതെന്താണ്? പോസ്റ്റ് അക്വിസിഷൻ. സോ ഇപ്പം ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. കാരണം 31st March 2011 വരെയുള്ള ഷെയർസിന്റെ മേലുള്ള ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആണ്. ബട്ട് ഇവിടെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ല. സോ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഷെയർസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് നമ്മൾ എത്ര രൂപ, ഒരു ഷെയറിന് എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? 20 rupees. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ rupees per share equal to 70,000 divided by 20. That is equal to 3,15,000 ഷെയർസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എഴുതണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാണണം. സോ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 70,000. നമ്മൾ ഇത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ബട്ട് നമുക്ക് അവിടെ നമ്മൾ 70 ലക്ഷം രൂപ കൊടുത്ത് ആ ഷെയർസ് പർച്ചേസ് ചെയ്ത് ബട്ട് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് കിട്ടി. ആ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് അവകാശപ്പെട്ടതാണോ? അല്ല. നമ്മൾ വരുന്നതിന് മുന്നേ ഉള്ള ഷെയർസിന് മേലുള്ള ഡിവിഡൻഡ് ആണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. ആ ഡിവിഡൻഡ് നമുക്ക് അവകാശപ്പെട്ടതല്ല. ആ ഡിവിഡൻഡ് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ കോസ്റ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ് ആ ഷെയർ വാങ്ങിയത് അതിനകത്തുനിന്ന് ആ ഡിവിഡൻഡ് ഹോൾഡിംഗ് കമ്പനിക്ക് ഷെയർ ഉള്ള ആ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം?
ഡിഡക്റ്റ് ചെയ്യണം. സോ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്, ഹോൾഡിംഗ് കമ്പനി എത്ര ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്? 3,15,000. സോ അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? ഡിവിഡൻഡ് ഡിക്ലെയർ 10 rupees പെർ ഷെയർ ആണ്. സോ ഒരു ഷെയറിന് 10 രൂപ ഇൻറ്റു 20%. 20% ആണ് ഡിവിഡൻഡ് റേറ്റ്. സോ 3,15,000 ഇൻറ്റു 10 ഇൻറ്റു 20%, 7 lakhs. സോ അത് ഡിഡക്റ്റ് ചെയ്യണം. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതാണ് 63 lakh. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നിട്ട് ഞാൻ പറയാം. നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്ത് 70 lakhs-നാണ്. ബട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. ആ ഡിവിഡൻഡ് നമ്മൾ വരുന്നതിന് മുന്നേ ഉള്ള ഡിവിഡൻഡ് ആണ്. സോ ആ ഡിവിഡൻഡ് നമുക്ക് അവകാശമില്ലാത്ത ഡിവിഡൻഡാണ്. അതാണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. ആ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമ്മൾ വാങ്ങിച്ച കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. സോ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു? റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു. അതാണ് വർക്കിംഗ് നോട്ട് 2-ൽ വരുന്നത്. ഓക്കെ, സോ വർക്കിംഗ് നോട്ട് 2-ൽ നമ്മൾ എന്ത് ചെയ്തു? 63 lakh ചെയ്തു. സോ 63 lakh. ദെൻ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ നെറ്റ് അസറ്റ് 96.5, നെറ്റ് അസറ്റ്സ് 96.95, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 63 ആണ്. സോ ഇതെന്താണ്? ക്യാപിറ്റൽ റിസർവ് ആണോ ഗുഡ്വിൽ ആണോ? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കത് ഗുഡ്വിൽ ആണോ അതോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ എത്ര രൂപ കൊടുത്താണ് വാങ്ങിയത്? 63 ലക്ഷം രൂപ കൊടുത്ത് 96.95 രൂപയുടെ നെറ്റ് വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 96.95 വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് 63 lakhs കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാകുന്നു? ക്യാപിറ്റൽ റിസർവ്. നമ്മൾ ലാഭത്തിലാണ് വാങ്ങിയത്. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ 21. ക്യാപിറ്റൽ റിസർവ് ആസ് പെർ 21. സപ്പോസ് ഇനിയുള്ള ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലുണ്ട്, സപ്പോസ് നമ്മൾ 63 lakhs അല്ലാതെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 100 lakhs വാങ്ങിയ അവിടെ എന്താ? നമ്മൾ നെറ്റ് അസറ്റ്സിന്റെ വാല്യൂനേക്കാൾ അധികം എമൗണ്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. സോ അവിടെ എന്ത് വരുന്നു? ഗുഡ്വിൽ. ആരും കാണാത്ത ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹോൾഡിംഗ് കമ്പനി അധികം എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തത്? അവിടെ ആ ഷെയറിന് എന്തുണ്ട്? ഗുഡ്വിൽ ഉണ്ട്. ആ ഗുഡ്വില്ലാണ് അവിടെ അധികം എമൗണ്ടിന് നമ്മൾ പേ ചെയ്ത് വാങ്ങുന്നത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആണ്, നമ്മൾ ലാഭത്തിലാണ്, നമുക്ക് ഗെയിൻ ആണ് കിട്ടിയത്. കാരണം 96.95 വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് നമ്മൾ 63 lakhs മാത്രം കൊടുത്ത് വാങ്ങിച്ച്. സോ അവിടെ ക്യാപിറ്റൽ റിസർവ് ആണ് വരുന്നത്, ഗെയിൻ. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21. ഓക്കെ, സോ നമുക്ക് 33.95 കിട്ടി. ഇവിടെ നോട്ട് എഴുതേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഹാസ് ടു ബി റിഡ്യൂസ്ഡ്. ഇത് നമ്മൾ എഴുതണം, നല്ലതായിരിക്കും എക്സാമിന്. സോ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഹാസ് ടു ബി റിഡ്യൂസ്ഡ് ഫ്രം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡറി കമ്പനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റിലെ കോസ്റ്റിൽ നിന്ന് നമ്മൾ ആ എമൗണ്ട് കുറയ്ക്കണം. Pre acquisition dividend has to be reduced when the cost of the investment in subsidiary company. So അതിന്റെ journal entry എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ, ബാങ്ക് അക്കൗണ്ട് നമുക്ക് ക്യാഷ് കിട്ടി. സോ ക്യാഷ് കിട്ടിയപ്പോൾ അസറ്റ് കൂടുകയല്ല ചെയ്തത്. സോ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 7 lakhs. ദെൻ ടു എന്തിൽ നിന്ന് കുറയും? ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 7 lakhs കുറയണം. സോ അസറ്റ് കുറയുക. സോ ക്രെഡിറ്റ് ചെയ്യണം. ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി കമ്പനി 7 lakhs. എന്താണ് നറേഷൻ? ജേർണൽ എൻട്രി ചോദിക്കുന്നുണ്ടെങ്കിൽ നറേഷൻ ഏതാ വിട്ടുപോയത്? നറേഷൻ ഇതിന് ഒരു മാർക്ക് തരത്തില്ല എക്സാമിന്. സോ നറേഷൻ ബിൻ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള. സോ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ഇസ് റിസീവ്ഡ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ബേസ്, കൺസോളിഡേഷന്റെ ബേസ് ആണ് ഇത്. ഇത് തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്കമിങ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ബ്രീഫ് സമ്മറി ഞാൻ തരാം. ഓക്കെ, Exit Limited acquires 70% of equity shares. So Exit Limited 70% equity shares purchase ചെയ്തു from
ഇസഡ് ലിമിറ്റഡ്. സോ എക്സി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനി ആണ്. 70% എന്താണ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈക്വൽ ടു 30%. ഓക്കെ, ദെൻ 31st March 2011 ഡേറ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 70 lakhs ആണ്. ദെൻ ഇൻഫർമേഷൻ തന്നിട്ട് ഇൻസെഡ് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ്. ദെൻ ഇവിടെ റീവാലുവേഷൻ നടക്കുന്നുണ്ട്. റീവാലുവേഷൻ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് 20% കൂടുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് 10% കുറയുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യണം അതിൽ നെറ്റ് അസറ്റ് കാൽക്കുലേഷനിൽ. ദെൻ ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ പോയിന്റ് ആണ്. സോ ഇസഡ് ലിമിറ്റഡ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. 31st March 2011 വരെയുള്ള ഇക്വിറ്റി ഷെയർസിന് മേലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ആർക്ക് അവകാശപ്പെട്ടതല്ല? ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതല്ല. കാരണം ഹോൾഡിംഗ് കമ്പനി ആ ടൈമിൽ അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? If pre-acquisition dividend is declared, it has to be reduced from cost of investment in subsidiary company. So നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കാണിക്കണം. ഇവിടെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് ഹോൾഡിംഗ് കമ്പനി ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടെന്ന് പറയുന്നില്ല, അത് നമ്മൾ ഹിഡൻ ആണ്. സോ നമ്മളത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്തുണ്ട്? 70 lakhs തന്നിട്ടുണ്ട്. 70 lakhs ആണ് കോസ്റ്റ്. ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 70 lakhs ആണ്. ഒരു ഷെയറിന് 20 rupees വെച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. ഇസഡ് ലിമിറ്റഡ് പർച്ചേസ് ഷെയർസ് ഇസഡ് ലിമിറ്റഡ് at 20 rupees per share. So that is equal to എത്ര? 3 lakh something. 3 lakh what's the amount? 3,50,000. ഓക്കെ, 3,50,000. 3,50,000 ആണ് നമ്മൾ എന്ത് ചെയ്യണത്? 3,50,000 ഷെയർസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. 3,50,000 ഷെയർസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. സോ അത്രേ ഉള്ളൂ. അത് കണ്ടുപിടിച്ച് ദെൻ ഒറിജിനൽ കോസ്റ്റ് കിട്ടി. അതിനകത്ത് ആ ഷെയർ നമ്മൾ ഷെയർ കണ്ടുപിടിച്ച് ഇത്ര ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ വാങ്ങിയത്. 3,50,000 into ഫേസ് വാല്യൂ 10 into ഇത്ര പെർസെന്റ് 20% 7 lakh. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 63 lakhs കിട്ടും. ദെൻ അത് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതണം. സോ വർക്കിംഗ് നോട്ട് 1 നെറ്റ് അസറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് അത് എഴുതി. നെറ്റ് അസറ്റ് 96.95. ദെൻ കോസ്റ്റ് ഓഫ് റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ച് 63 lakh. സോ ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണ്, ഗുഡ് വിൽ ആണ് തന്നെ. 96.95 വിലയിൽ നെറ്റ് അസറ്റ്സ് നമ്മൾ 63 lakhs കൊടുത്ത് മാത്രം പർച്ചേസ് ചെയ്ത്. സോ നമുക്ക് അവിടെ ഗെയിൻ ആണ് ഉണ്ടായത്. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21. ഇത് ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലിസ്ട്രേഷൻ 2 നോക്കാം. ഓക്കെ, ഇലിസ്ട്രേഷൻ 2 എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് റീഡ് ചെയ്യാം. XYZ ലിമിറ്റഡ് പർച്ചേസ് 80% ഷെയർസ് ഓഫ് ABC ലിമിറ്റഡ്. XYZ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയാണ്. 80% ആണ് പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 20% എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. ദെൻ പർച്ചേസ് എന്താണ്? ഓൺ 1st Jan, അതാണ് ഡേറ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് 1,40,000 നമ്മൾ വാങ്ങിച്ചത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് ABC ലിമിറ്റഡ് ഓൺ 1st January 2011. സോ സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ് ആ ഡേറ്റിൽ. നമ്മൾ ഡേറ്റ് ഓഫ് കൺട്രോൾ കിട്ടിയ ഡേറ്റിൽ ഷെയർ ക്യാപിറ്റൽ വാല്യൂ 1 lakh ആണ്. സോ P&L അക്കൗണ്ട് ബാലൻസ് 60,000 ആണ്. Then during the year ended 31st March 2011, ABC Limited earned a profit of rupees 20,000 and at the year end declared and paid a dividend of rupees 15,000. So 31st December 2011 ഇതൊരു കലണ്ടർ ഇയർ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 1st January 2011 then 31st December 2011. സോ ഇവിടെ ബാലൻസ് ഇവിടെ പ്രോഫിറ്റ് 16,000 ഉണ്ട്. ഇവിടെ പ്രോഫിറ്റ് നമുക്ക് 20,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഡ്യൂറിംഗ് ദി ഇയർ എൻഡ് 31st December 2011 ABC Limited earned a profit of 20,000 പ്രോഫിറ്റ് കിട്ടി. ആൻഡ് അറ്റ് ആൻ ഇയർ എൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് ഡിവിഡൻഡ് എത്ര വന്നിട്ടുണ്ട്? ഡിവിഡൻഡ് 50,000 വന്നിട്ടുണ്ട്. ഡിവിഡൻഡ് 50,000. Okay. Show by entry how the dividend should be recorded in the books of XYZ Limited. What is the amount of minority interest as on 1st January 2011?
and 31st December 2011. Also, please check whether there should be any goodwill or capital reserve at the date of acquisition. ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട് ഞാൻ കാണിച്ചു തരാം. അവർക്ക് കുറച്ചും കൂടി ഈസി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതേണ്ടത് വർക്കിംഗ് നോട്ട് 1 പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ. പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ എത്രയാണ് ഇവിടെ? 80%. ദെൻ മൈനോറിറ്റി കൺട്രോൾ 20%. The date of control 1/1/2011. Date of consolidation 31st December 2011. So working note 5 net worth analysis of subsidiary company as on date of consolidation, as on date of consolidation with respect to date of control. Okay, 31st December le date of control 1/1/2011. Okay, 31st ഡിസംബറിൽ സബ്സിഡറി കമ്പനി നെറ്റ് വർത്ത് അനലൈസിസ് ആണ്. നമ്മളിപ്പോൾ സബ്സിഡറി കമ്പനിയിൽ നെറ്റ് അസറ്റ്സ് എത്ര നെറ്റ് അസറ്റ്സ് ഉണ്ട് സബ്സിഡറി കമ്പനിയിൽ എത്ര നെറ്റ് അസറ്റ്സ് ആണ് ഹോൾഡിംഗ് കമ്പനിക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റിന് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമ്മൾ രണ്ട് കോളായിട്ട് തിരിക്കുകയാണ്. ഒന്ന് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷൻ. പ്രീ അക്വിസിഷൻ ക്യാപിറ്റൽ ഷെയർ ആണ്, പോസ്റ്റ് അക്വിസിഷൻ റവന്യൂ ഷെയർ ആണ്. കാരണം ഈ പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷെയർസ് പർച്ചേസ് ചെയ്തതിന് ശേഷം, ആഫ്റ്റർ പർച്ചേസിങ് ദ ഷെയർസ്, ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൺട്രോൾ, നമുക്ക് കൺട്രോൾ കിട്ടിയതിന് ശേഷമുള്ളതും. പ്രീ അക്വിസിഷൻ എന്ന് വെച്ചാൽ ബിഫോർ ഗെറ്റിംഗ് കൺട്രോൾ, നമുക്ക് കൺട്രോൾ കിട്ടുന്നതിന് മുന്നുള്ളതാണ് ക്യാപിറ്റൽ ഷെയറും റവന്യൂ ഷെയറും. സോ ഫസ്റ്റ് നമ്മളിവിടെ എഴുതുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് എന്താ വരേണ്ടത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് 1 lakh കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഗിവൺ, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഓക്കെ, ക്വസ്റ്റ്യനിൽ ABC ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ എത്രയുണ്ട്? 1 lakh ഉണ്ട്. P&L എത്രയുണ്ട്? 60,000 ഉണ്ട്. ഓക്കെ, അത് തന്നെയായിരിക്കും അവരുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ ഷെയർ ക്യാപിറ്റൽ തന്നെയായിരിക്കും 31st December 2011. സോ അതാണ് ഇവിടെ 1 lakh വന്നത്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതണം. റിസർവ്സ് ആൻഡ് സർപ്ലസിന് വർക്കിംഗ് നോട്ട് 5A. വർക്കിംഗ് നോട്ട് 5A. വർക്കിംഗ് നോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 16,000 തന്നിട്ടുണ്ട്. നമുക്ക് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ വരുന്നെന്ന് പറയാം. P&L അക്കൗണ്ട് ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, അതിനോട് കറണ്ട് ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ദെൻ എന്തെങ്കിലും അപ്രോപ്രിയേഷൻ ഉണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻ എന്താ P&L വരും? ഒന്ന് ഡിവിഡൻഡ്, ഒന്ന് ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഓക്കെ, ദെൻ ക്ലോസിംഗ് ബാലൻസ് എന്തൊക്കെ? P&L അക്കൗണ്ട്, അതിൽ ഓപ്പണിംഗ് ബാലൻസിനോട് കറണ്ട് ഇയർ പ്രോഫിറ്റ് ആഡ് ബാക്ക് ചെയ്യുക. ദെൻ അപ്രോപ്രിയേഷൻ വരുന്നുണ്ട്. അപ്രോപ്രിയേഷനിൽ ഡിവിഡൻഡ്, ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, അല്ല ഓപ്പണിംഗ് ബാലൻസ് 60,000 നമ്മളോടത്ത് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ആൻഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ് 20,000 ഇറ്റ് ഈസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഇയർ എൻഡിൽ 20,000 ആണ് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഡിവിഡൻഡ് എത്ര വരുന്നുണ്ട്? 15,000 പേ ചെയ്യുന്നുണ്ട്. സോ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? 65,000 ക്ലോസിംഗ് ബാലൻസ് വരുന്നുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമ്മളത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് തരംതിരിക്കാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ ആണിത്. 60,000 ഓപ്പണിംഗ് ബാലൻസാ. സോ അത് അവർക്ക് കൺട്രോൾ കിട്ടുന്നതിന് മുന്നേ അവിടെ ഉണ്ട് ആ ഓപ്പണിംഗ് ബാലൻസ്. സോ ദാറ്റ് ഈസ് എന്താണ്? ക്യാപിറ്റൽ ഷെയർ. ദെൻ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് കൺട്രോൾ കിട്ടിയതിന് ശേഷം. സോ അത് റവന്യൂ ഷെയർ ആണ്. ദെൻ 50,000 ഡിവിഡൻഡ് ഈ വർഷം കിട്ടിയതാണ്. ഈ വർഷം ഇയർ എൻഡിൽ പേ ചെയ്തതാണ്. സോ അതെന്താണ്? പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ റവന്യൂ. സോ ടോട്ടൽ ക്യാപിറ്റൽ എത്രയുണ്ട്? ടോട്ടൽ ക്യാപിറ്റൽ ഇവിടെ 16,000 മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ ക്യാപിറ്റൽ 16,000 എഴുതി. ദെൻ റവന്യൂ ഇത് രണ്ടെണ്ണം ഉണ്ട്. സോ 20,000 15,000 മൈനസ് ചെയ്യുമ്പോൾ 5,000 റവന്യൂ കിട്ടും.
ഇത് രണ്ടും കൂടി ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 65,000 കിട്ടുന്നുണ്ട്. ഇതും ക്ലോസിംഗ് ബാലൻസ് ഈക്വൽ ആണോ നോക്കുക. ഓക്കെ, ചെക്ക് ചെയ്യുക, ഈക്വൽ ആണ്. ദെൻ P&L വർക്ക് നോട്ട് 5A കണ്ടുപിടിച്ച്, ദെൻ വർക്ക് നോട്ട് 6 കോസ്റ്റ് ഓഫ്, നമുക്ക് ക്വസ്റ്റിൽ പറയുന്നത് ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കാനുണ്ട്. സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ നെറ്റ് അസറ്റ്സ് 1,28,000. ഓക്കെ, നമ്മൾ ഇത് ചെയ്തില്ല. വർക്ക് നോട്ട് 5A P&L കിട്ടി. അത് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വർക്ക് നോട്ട് 5A. സോ നമുക്ക് എത്രയുണ്ട്? ക്യാപിറ്റൽ 16,000 ഉണ്ട്. ആ 60,000 നമ്മൾ ഇവിടെ എഴുതി. ദെൻ റവന്യൂവിൽ 5,000 ഉണ്ട്. അത് റവന്യൂ സൈഡിൽ നമ്മൾ 5,000 ഇവിടെ എഴുതി. ദെൻ ടോട്ടൽ ചെയ്യുക. ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ ഇല്ല. സോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ ടോട്ടൽ 1,60,000. ഇക്വിറ്റി ഷെയർക്കാരിൽ 1 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 60,000, ടോട്ടൽ 1,60,000. ദെൻ 5,000 റിസർവ്സ് ആൻഡ് സർപ്ലസ് അതെടുക്കുക. ദെൻ അത് ക്യാപിറ്റൽ ഷെയർ, റവന്യൂ ഷെയറും ഹോൾഡിംഗ് കമ്പനിക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റിനായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഹോൾഡിംഗ് കമ്പനി 1,60,000, അതിനോട് 80% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1,28,000 കിട്ടുന്നു. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 20% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32,000. ദെൻ റവന്യൂ ഷെയർ 80% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,000. മൈനോറിറ്റി ഇൻട്രസ്റ്റിന് 1,000. ഇത് വർക്ക് നോട്ട് 6 പോകണം. കാരണം ഹോൾഡിംഗ് കമ്പനി എത്ര നെറ്റ് അസറ്റ്സ് ഹോൾഡ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. ദെൻ ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര റവന്യൂ റിസർവ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ വർക്ക് നോട്ടിലേക്ക് ഇത് പോകും. ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റിന് വർക്ക് നോട്ടിൽ. ഓക്കെ, ഈ വർക്ക് നോട്ട് ഇപ്ലൈ ചെയ്ത് പിടിച്ച് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് പിടിച്ച് ഈസി ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേ ബേസ് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഈസി മെത്തേഡ്. നമുക്ക് ടെക്സ്റ്റിൽ കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഒരേ മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്ത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും നമുക്ക്. ഓക്കെ, സോ ഇത് വർക്ക് നോട്ട് 6 പോകും. കോസ്റ്റ് ഓഫ് കൺട്രോൾ ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി കമ്പനി ക്യാപിറ്റൽ ഷെയർ 1,28,000. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ഈ 1,28,000 ആണത്. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1,40,000. അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1,40,000. ഇവിടെ പറയുന്നത് 1,28,000 വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് 1,40,000 നമ്മൾ വാങ്ങി. സോ നമ്മൾ അധിക എമൗണ്ട് പേ ചെയ്ത്. ബട്ട് ആരും കാണാത്ത കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ കണ്ടത്? ഗുഡ് വിൽ. സോ ഗുഡ് വിൽ ആസ് പെർ AS 21. ഓക്കെ, എത്ര ഗുഡ് വില്? 1 lakh അല്ല 12,000 ആണ് ഗുഡ് വിൽ. ഗുഡ് വില് 12,000. ഓക്കെ, ദെൻ വർക്ക് നോട്ട് 7 മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ആണ് കാണുന്നത്. അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി വർക്ക് നോട്ട് 5. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റിന് 30,000 ആണ് ക്യാപിറ്റൽ ഷെയറും. ദെൻ റവന്യൂ ഷെയർ 1,000 ആണ്. അത് ഇവിടെ എടുത്ത് ചെയ്യുക. ക്യാപിറ്റൽ ഷെയർ ഇൻ നെറ്റ് വർത്ത് 32,000. റവന്യൂ ഷെയർ ഇൻ നെറ്റ് വർത്ത് 1,000. ടോട്ടൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ എത്ര വരുന്നുണ്ട്? 33,000. നമുക്ക് ക്വസ്റ്റ്യനിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ട്. അവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? 32,000 മാത്രമേ വരുന്നുള്ളൂ. കാരണം ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ഇത് മാത്രമേ വരുന്നുള്ളൂ. റീസൺ എന്താന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ നമ്മൾ പോസ്റ്റ് അക്വിസിഷനിൽ വരുന്ന ഒന്നും നമ്മളോട് ഗെറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഡേറ്റ് ഓഫ് കൺട്രോളിന്റെ ടൈമിൽ. സോ ഈ ക്യാപിറ്റൽ ഷെയർ മാത്രമേ ആ ടൈമിൽ മൈനോറിറ്റി കിട്ടുന്നുള്ളൂ. സോ മൈനോറിറ്റിക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ? ഈ 20,000 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഡേറ്റ് ഓഫ് കൺസോളിഡേഷന്റെ ടൈമിലാണ് ഇത് രണ്ടും വരുന്നത്. മനസ്സിലായല്ലോ? ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ടൈമിലാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ടൈമിൽ ഏതൊക്കെ എടുക്കും? ഈ 32,000 എടുക്കും, ഈ 1,000 എടുക്കും. ബട്ട് ആസ് ഓൺ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ടൈമിൽ എന്ത് മാത്രമേ എടുക്കത്തുള്ളൂ? ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് നമ്മൾ അക്വയർ ചെയ്യുന്ന ടൈമിൽ എത്രയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ ഷെയർ അത് മാത്രമേ. റവന്യൂ ഷെയർ ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൺട്രോൾ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആസ് ഓൺ ഡേറ്റ് ഓഫ് അക്വിസിഷനും കിട്ടി. ദെൻ അവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിവിഡൻഡ് കിട്ടി. ഇവിടെ ഡിവിഡൻഡ് നമുക്ക് ഇഷ്യൂ ചെയ്ത് ഇയർ എൻഡിൽ. സോ ഇവിടെ ഇയർ എൻഡില്ല, അത് നമുക്ക് അവകാശപ്പെട്ട ഡിവിഡൻഡാ. സോ നമ്മുടെ ഇൻകം ആണത്. സോ എങ്ങനെ ജേർണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട് 12,000. സോ നരേഷൻ എന്താ? പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് റിസീവ്ഡ്. ആ
എങ്ങനെയാണ് നമുക്ക് എമൗണ്ട് കിട്ടിയത് ഇത് കാണിക്കണം. ഓക്കെ, ദെൻ ഡെബിറ്റ് റുപ്പീസ് ഇട്ടും ക്രെഡിറ്റ് റുപ്പീസ് ഇട്ടും എക്സാമിന് കാണിക്കണം, അല്ലെങ്കിൽ മാർക്ക് അവർ കട്ട് ചെയ്യും. ഓക്കെ,